ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മാഞ്ഞാലി ബിരിയാണി പറഞ്ഞാൽ എന്താണെന്നാരും വിചാരിക്കണ്ട, തലശ്ശേരി ബിരിയാണി പറഞ്ഞ പോലെ അതൊരു മാഞ്ഞാലി പറഞ്ഞൊരു സ്ഥലമാണ്, എറണാകുളത്തൊരു സ്ഥലമാണ്. അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത്. ദമ്മൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഇത്. നോർമലി ആയിട്ട് ചിക്കൻ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. ഇതിന് മസാലയൊക്കെ തൈരോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം ഞങ്ങൾക്ക് ദമ്മൊന്നും ഇടണ്ടല്ലോ. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മറ്റു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ബീഫാണ് എടുക്കുന്നത്. ബീഫ് സെപ്പറേറ്റായി വേവിച്ചെടുക്കണം തുടക്കം. ഇത് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തത്. ബീഫൊക്കെ വേവിക്കുമ്പോൾ ഇതിൽ നെയ്യ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പഴയ കുക്കറാണ് ഞങ്ങൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണാണ്, സ്പൂണില്ല ടീസ്പൂൺ മുളക് പൊടിയാണ്, കശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. ഈ മസാലയൊക്കെ വീണ്ടും ഞങ്ങൾക്ക് മസാലയൊക്കെ ചേർക്കേണ്ടതിന് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയാണ്, കുറച്ച് വെച്ചാൽ മതി, പിന്നെ ബാക്കി നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കല്ലിലിട്ട് ചതച്ചതാണ്, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടൽ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കുക. ഇത് എല്ലാ സാധനം വീണ്ടും നമുക്ക് ചേർക്കാണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയെല്ലാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് നല്ലൊന്ന് കയ്യിലൊന്ന് മിക്സാക്കി എടുക്കുക. നല്ല പോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ചേർന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യുക കയ്യിൽ. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വരുമ്പോൾ ഒരു 200 മില്ലി ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കുക. ഞങ്ങൾ ബീഫിൻ്റെ എത്ര അളവ് അങ്ങനെ. എന്നിട്ട് നമുക്കിനി ചോറ് റെഡിയാക്കുക. ചോറ് പറയുമ്പോൾ ഞങ്ങൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാ പോലെയല്ല, ഒന്ന് ഫ്ലേവർഫുൾ നെയ്ച്ചോറ് ഉണ്ടാക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ ആദ്യം 2 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ കൊടുത്താൽ മതി. പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നെയ്ച്ചോർക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഹോൾ ഗരം മസാല, ഏലക്ക, പട്ട, അങ്ങനെയുള്ളതൊക്കെ നമ്മളെ ആവശ്യത്തിന് എത്ര വേണോ അത്ര എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും ഇട്ടിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കുക, കൂടുതലായ കരിഞ്ഞു പോകും, അതുകൊണ്ടൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്നും കരിയാൻ വിടാൻ പാടില്ല, ചോറിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടുന്ന മുമ്പ് ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അതിനാണ് ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഉപ്പിട്ടത്. ഇല്ല, ഉള്ളി ഇടുമ്പോൾ ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് കുറച്ച് ഉള്ളി വേണം. അതിലേക്ക് ഒരു 2 വലിയ ഉള്ളിയാണ് പറഞ്ഞാൽ. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കിലോ ബീഫും ഒരു 5 കപ്പ് ചോറ് അരിയുമാണ് എടുത്തത്. അതായത് 1 കിലോ ബീഫിക്ക് 1.25 കിലോ അരി, ആ ടൈപ്പാണ് എടുത്തത്. എന്നിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെ നല്ലൊരു കളർഫുള്ളുമാണ്. അതിനാണ് ക്യാരറ്റ് എടുക്കുന്നത്. ക്യാരറ്റ് ഒരു പകുതി കഷ്ണം മതി, ചെറുതാണെങ്കിൽ ഫുള്ള് മതി. ഇത് വലുതായത് കൊണ്ട് ഞാൻ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കഴുകി വെള്ളം വറ്റിച്ച് വെച്ച ജീരകശാല റൈസാണ് എടുത്തത്. ഞങ്ങൾക്ക് ഏത് റൈസ് ഇഷ്ടം അതെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എടുത്തത് ജീരകശാല റൈസ്. അത് ഒന്ന് വറുത്തെടുക്കുക പറഞ്ഞാൽ നല്ലോണം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് ആരി ഒന്ന് തമ്മിലൊന്നും ഒട്ടാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. ഒരു 5-8 മിനിറ്റൊക്കെ ആകുമ്പോൾ റെഡിയാവും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ്ലി നമുക്ക് ഇളക്കി കൊടുക്കുന്ന ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റാൻഡംലി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങളിനി തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് 1 കപ്പിന് 1.25 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം എടുത്തത്. വെള്ളം ഞാൻ കെറ്റലിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക.
പിന്നെ എരിവ് ഇത് കുറച്ച് സ്പൈസി വേണം ചോറ്. അപ്പോൾ എരിവോ ഉപ്പോ വേറെ ഗരം മസാല ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഫ്ലേവർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഞങ്ങൾ ചോറ് റെഡിയാവും. മൂടി വെച്ചാകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് ചോറായി വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നെയ്യ് ഒക്കെ അടിക്ക് പോയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഞങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചോറ് റെഡിയായാലും ചെറിയൊരു നനവ് പോലെ ഞങ്ങൾക്ക് തോന്നും. അത് കുറച്ച് നേരമൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ചോറ് റെഡിയാവും. മസാല റെഡിയാകുമ്പോഴത്തേക്ക് ചോറ് ഇത് റെഡിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് വെച്ച് മാറ്റി വെച്ചാൽ ചോറ് റെഡിയായി. ഇനി നമുക്ക് ബീഫ് വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബീഫൊക്കെല്ലാം മസാല റെഡിയാക്കുക. അപ്പോഴത്തേക്ക് ബീഫ് വേവും. കുറച്ച് വേവുള്ള ബീഫായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് എടുക്കുക, ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ മാത്രം ഉണ്ടാക്കിയാൽ കുറച്ച് മത്ത് വരും, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എപ്പോഴും പേസ്റ്റ് എടുക്കാൻ നല്ലത് ഒന്ന് കല്ല് വെച്ചൊന്ന് ചതച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അതൊന്ന് മൂപ്പിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിക്കുമ്പോൾ കുറച്ചതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കരിവേപ്പില ഇടുക. കുറേ ആൾക്ക് കുറേ ഇടുന്ന ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് വരുമ്പോൾ 2 ഉള്ളി മതി, കൂടുതൽ മസാല ഇതിലേക്ക് വേണ്ട. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചീരുള്ളി ഇട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റും ഫ്ലേവർ ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളി മാത്രം ഇട്ടു. ചീരുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നല്ലോണം മൂപ്പിക്കണം പറയുമ്പോൾ ഇതിൻ്റെ കളർ മാറണം. എന്നാലും ബിരിയാണിക്ക് ഞങ്ങൾ ബിസ്ത ഉണ്ടാക്കില്ല, അങ്ങനെ ആവണം വേണ്ട. ഈ രീതിയിൽ കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇങ്ങനെ ഉണ്ടാക്കാൻ. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. 1.5 ടീസ്പൂണ് മുളക് പൊടി, ഇത് കശ്മീരി മുളക് പൊടിയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ഏറെ വേണം, ബീഫായതുകൊണ്ട്. കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക്. ഞങ്ങൾ കളർക്ക് വേണ്ടിയാണ് കശ്മീരി ഇട്ടത് കൊണ്ട് അത്ര നമുക്ക് എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഞങ്ങൾ ബീഫൊക്കെ ആഡ് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റുമാണ്. മുളക് പൊടി മാത്രം ചേർക്കാതെ കുരുമുളകും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിന ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് പച്ചമണ പോയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബീഫ് വെന്ത നീര് ഒഴിച്ച് കൊടുക്കുക. ബീഫിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വന്ന വെള്ളം ഇതിനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിനൊരു 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, ചെറുതാണെങ്കിൽ 3 എടുത്താൽ മതി. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് സ്മാഷ് ആവുന്ന വരെ, ഒക്കെ ഒടിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇനിയും കുറച്ച് വെള്ളം വേണം തോന്നിയാൽ ഞങ്ങൾ ബീഫിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബീഫിൻ്റെ വെള്ളത്തിൽ വേകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. അത് ഈ ബീഫിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒന്ന് ഒടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞങ്ങൾ ബീഫൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒടിഞ്ഞില്ലെങ്കിൽ ടൊമാറ്റോ ഒന്ന് ഒടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂട്ടി യോജിക്കണം. അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് നല്ല കരി പോലൊന്നും ആവരുത്, എന്നാലും പറ്റ ഡ്രൈയും ആവരുത്. ആ ഒരു രീതിയിൽ സെമി ഗ്രേവി പോലെ വേണം. ഞങ്ങൾക്ക് ബിരിയാണിക്കൊക്കെ എങ്ങനെ ചെയ്യണം അങ്ങനെ തന്നെയാണ്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഞങ്ങൾ ബീഫ് റെഡിയായി തുടങ്ങി. ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡിയായി. മുകളിൽ എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിക്ക് അവസാനമായിട്ട് ഉള്ള ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബീഫൊക്കെ റെഡിയായി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തായാലും വേണമെന്ന്. എന്നിട്ട് ഇതിക്ക് അവസാനമായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണം മേലിൽ, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾക്കിനി സെറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം.
നോർമലായിട്ട് മാഞ്ഞാലി ബിരിയാണി സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്, അതായത് നെയ്ച്ചോറ് വേറെയും ബീഫ് വേറെയും ആയിട്ടാണ്. അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ ഹോട്ടലിലൊക്കെ എന്താണ് സട്ട് ചെയ്യുന്ന പോലെ ദമ്മില്ലാതാണല്ലോ, ഹോട്ടലിലും ദം ബിരിയാണി ദമ്മിടൂല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് സെർവ് ചെയ്യാം. പക്ഷേ ഇത് ദമ്മിടൂല എന്നുള്ളൂ, വേറെ വേറെ പാത്രയിലാണ്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഈദ് വരികയാണ്, അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you so much.